നമസ്കാരം, ഏവർക്കും ജോലി ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് ജോലി ജംഗ്ഷൻ്റെ നേതൃത്വത്തിൽ ഒരു അപൂർവ സംഗമം നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാത്തന്നൂർ ചേന്നമത്ത് മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ്. ഈ ഒരു സംഗമത്തിൽ ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റായി ഇവിടെ എത്തുന്നത് എൻ്റെ ഒരു ആത്മസുഹൃത്തും കൊല്ലം മങ്ങാട് സ്വദേശിയുമായ ഡോക്ടർ രാജേഷ് മഹേശ്വറാണ്. അദ്ദേഹം 2023 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വിന്നറാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ പേരെന്താ? ആരവ്. ആരവിന് ഇന്നലെ സ്കൂളിൽ നിന്ന് എന്തൊക്കെ കിട്ടിയല്ലോ? എന്താ ട്രോഫി കിട്ടി? ചിതറിത്തെറിക്കുന്ന ചിന്തകളിൽ ഇപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം മരവില്ല് പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തു മുമ്പ് മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മോളൊരു പാട്ട് പാടുമോ? പാടിക്കോ, അങ്ങോട്ട് നോക്കിയാൽ പഠിക്കും. ക്യാമറ തുടങ്ങിക്കോ. ഏത് പാട്ടാ? ചിത്തേരെ പൊന്ന് മെന്നല്ല പൊന്നല്ല ഒന്നാ തുമ്പി കാഞ്ചരം തുമ്പി കാതിരിക്കച്ചൽ പാട്ടല്ല ഒന്നാണത്തെ ചൂന്നേര കേറി ഒന്നാണത്തെ അന്തേര കേറി കൊണ്ടോളാ പുഞ്ഞോരോ. ഇങ്ങോട്ട് ഇന്ത്യയിലുടനീളമുള്ള വിവിധ റെക്കോർഡുകൾ രേഖപ്പെടുത്തുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അഭിമാനകരമായ പ്രസിദ്ധീകരണമാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. 2006 സ്ഥാപിതമായ ഇത് മനുഷ്യന്റെ കഥകൾ, സംസ്കാരം, സർഗാത്മകത, യുവനേട്ടങ്ങൾ, ബഹുജന ശ്രമങ്ങൾ, സാങ്കേതികവിദ്യയും നവീകരണവും തുടങ്ങി വിവിധ മേഖലകളിലെ അസാധാരണ നേട്ടങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ഒരു സുപ്രധാന വേദിയായി മാറി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒരു റെക്കോർഡിനായി അപേക്ഷിക്കുന്നത് ചില പ്രധാന ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒരു റെക്കോർഡ് വിഭാഗം തിരഞ്ഞെടുക്കുക. നിങ്ങൾ ശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന റെക്കോർഡ് തരം തീരുമാനിക്കുക. അത് ശാരീരിക നേട്ടങ്ങൾ മുതൽ സൃഷ്ടിപരമായ നേട്ടങ്ങൾ വരെ ആകാം. മനുഷ്യ കഥകൾ, സഹിഷ്ണുത, അതുല്യ പ്രതിഭകൾ, ശ്രദ്ധേയമായ ജീവിത കഥകൾ എന്നിങ്ങനെയുള്ള അസാധാരണമായ വ്യക്തിഗത നേട്ടങ്ങൾ. സംസ്കാരവും സർഗാത്മകതയും, കല, സംഗീതം, നൃത്തം, സാഹിത്യം, മറ്റ് സൃഷ്ടിപരമായ ശ്രമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകൾ. രേഖകളുടെ ആധികാരികതയും കൃത്യതയും ഉറപ്പാക്കാൻ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ സ്ഥാപനം പാലിക്കുന്നു. ഇത് ഇന്ത്യൻ റെക്കോർഡ് ഉടമകൾക്ക് ആഗോള എക്സ്പോഷർ നൽകിക്കൊണ്ട് അന്താരാഷ്ട്ര റെക്കോർഡ് ബുക്കുകളുമായി സഹകരിക്കുന്നു. ഓരോ വർഷവും മികച്ച റെക്കോർഡ് ഉടമകളെ ആദരിക്കുകയും അവരുടെ നേട്ടങ്ങൾ ദേശീയമായും അന്തർദേശീയമായും ആഘോഷിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ചേന്നമത്ത് മഹാദേവൻ്റെ പരിപാവനമായ സന്നിധിയിലേക്ക് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റുകളെല്ലാം എത്തിയിട്ടുണ്ട്. എന്നോടൊപ്പം അവർ വണ്ടിയിലുണ്ട്. നമുക്കവരെ ഈ ഒരു സന്നിധിയിലേക്ക് സ്വീകരിക്കാം. നമസ്കാരം. 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 ഹായ്. വരൂ. പതുക്കെ ചടിക്കോ. അങ്ങനെ അവിടെ ഇപ്പം നമുക്ക് ഇത് 3 പേരും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയവരാണ്. ഡോക്ടർ രാജേഷ് മഹേശ്വർ 2023 റെക്കോർഡ് വിന്നറും ഇവർ രണ്ടും 2024 റെക്കോർഡ്സ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇടം നേടിയ ചുണക്കുട്ടികളുമാണ്. ഇന്ന് ഇവരുമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ജോലി ജംഗ്ഷൻ മീഡിയയിലൂടെ നിങ്ങൾക്ക് ഇതെല്ലാം കാണാം. എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ കുറച്ച് മോട്ടിവേഷനും ഇവരൊക്കെയുള്ള കുറച്ച് ഉപദേശങ്ങളും ഇനി അടുത്ത വലിയ നേട്ടങ്ങളിലേക്ക് എങ്ങനെ എത്തിച്ചേരാം തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് ഡോക്ടർ രാജേഷ് മഹേശ്വർ നമുക്ക് ഇവർക്ക് വേണ്ടി മാത്രമല്ല ഈ ഒരു ചാനലിലെ പ്രേക്ഷകർക്ക് കൂടി വേണ്ടിയാണ്. ഒരുപാട് ചുണക്കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ? അപ്പോൾ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും അതുപോലെയുള്ള റെക്കോർഡിലൊക്കെ എങ്ങനെ ഇടം പിടിക്കണമെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഒരു അറിവ് പകർന്നതാവട്ടെ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന തുടക്കത്തിലെ ആശംസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം.
നമസ്കാരവും നന്ദി അവസരത്തിൽ പറയുകയാണ്. റെക്കോർഡ് കിട്ടിയാൽ ഇന്നിപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അല്ലേ കിട്ടിയത്, ഇനി അടുത്ത ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്, ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്, URFൻ്റെ വേൾഡ് റെക്കോർഡുണ്ട്. ഈ റെക്കോർഡിൻ്റെ അവസാന വാക്യം എന്താണെന്നറിയാമോ മക്കളെ? ഗിന്നസ്സാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്. അതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ. ഗിന്നസിന് ഞാനിപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കൊരു URFൻ്റെ വേൾഡ് റെക്കോർഡ് കിട്ടിയായിരുന്നു. URF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം എന്ന് പറയും. എന്താണ് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം? കേട്ടാ ആരവേ അഭിഷിത, നല്ല എനർജി, വളരെ എനർജി ആയിട്ടിരിക്കണേ കേട്ടാ. അപ്പോൾ എനിക്കൊരു URF വേൾഡ് റെക്കോർഡും കിട്ടി. എനിക്കൊരു ഇന്ത്യ ബുക്ക് URFൻ്റെ വേൾഡ് റെക്കോർഡ് കിട്ടുന്നത് 2021 അത് കിട്ടിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UNO നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. UNO യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അഥവാ ഐക്യരാഷ്ട്രസഭയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിക്കും നിങ്ങൾ കേട്ടോ. ആ സഭയിൽ അംഗത്വമുള്ള 193 രാജ്യങ്ങളെ 1 മിനിറ്റും 7 സെക്കൻഡും വെറും 67 സെക്കൻഡ്സ് കൊണ്ട് അക്ഷരമാലാക്രമത്തിൽ അടുക്കി പറഞ്ഞ് ഒരു മധ്യപ്രദേശുകാരൻ്റെ റെക്കോർഡാണ് ഞാൻ ബ്രേക്ക് ചെയ്തത്. അതിനാണ് എനിക്ക് URF വേൾഡ് റെക്കോർഡ് കിട്ടിയത്. പറയുന്നതിന് മാത്രമല്ല, പറഞ്ഞതിന് ശേഷം ഓഡിയൻസ് എൻ്റെ അടുത്ത് ഓരോ രാജ്യങ്ങൾ ചോദിക്കും കേട്ടോ മക്കളെ. ആരവേ ഓരോ രാജ്യങ്ങൾ ചോദിക്കും. ആ രാജ്യം ചോദിക്കുന്നതിനനുസരിച്ച് ഞാൻ അതിൻ്റെ തലസ്ഥാനവും കറൻസി നാണയങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ രാജ്യങ്ങളും. അതിന് ഉൾപ്പെടെയാണ്, എല്ലാം കൂടെ ഉൾപ്പെടെയാണ് ഈ അക്ഷരമാലാക്രമത്തിൽ അടുക്കുന്നതോടൊപ്പം തന്നെ എല്ലാ രാജ്യങ്ങളുടെയും തലസ്ഥാനവും കറൻസിയും പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഈ റെക്കോർഡ് URFൻ്റെ വേൾഡ് റെക്കോർഡ് കിട്ടിയത് കേട്ടോ. ഇനി നിങ്ങൾ പഠിച്ച് ഓരോന്ന് വരുമ്പോഴത്തേക്ക് നിങ്ങളത് പഠിക്കണം, രാജ്യങ്ങളെക്കുറിച്ച് പഠിക്കണം. ലോകത്തിലെ എത്ര UN മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 193 രാജ്യങ്ങളാണ് കേട്ടോ ആരവേ. അതൊക്കെ പഠിക്കണം മക്കൾ. ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയ സ്ഥിതിക്ക് അതെല്ലാം കിട്ടാൻ സാധിക്കും. ഗിന്നസും കിട്ടും. ഗിന്നസാണ് റെക്കോർഡിൻ്റെ അവസാന വാക്ക്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അതും മേടിക്കണം നമുക്ക് കേട്ടോ. നമ്മുടെ മനസ്സിൽ ഒരു ആകാശം ഉണ്ടായാൽ മതി, പറക്കാൻ ചിറകുകൾ തന്നെ വേണമെന്നില്ല. മനസ്സിൽ ഒരു ആകാശം ഉണ്ടായാൽ മാത്രം മതി. ഞാൻ പറഞ്ഞ വരികളല്ല, സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? അമ്മമാർക്ക് അച്ഛന്മാർക്ക് അറിയാം. സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ വരികളാണ്. എന്താണ്? മനസ്സിൽ ആഗ്രഹം ഉണ്ടായാൽ മതി അല്ലേ? പറക്കാൻ ചിറകുകൾ വേണോ? വേണ്ട കേട്ടോ. അപ്പോൾ ആ രീതിയിൽ പഠിക്കണം. ഇനി ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്യുന്നത് ഗിന്നസിന് വേണ്ടി ട്രൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിൾസ്. നിങ്ങൾക്കറിയില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ആവർത്തന പട്ടിക. അതിനകത്ത് 118 എലമെൻറ്റ്സ് ഉണ്ട്. 118 ഹൈഡ്രജനിൽ തുടങ്ങി ഓർഗാനിസണിൽ അവസാനിക്കുന്ന 118 എലമെൻറ്റ്സിനെ 2 കൈയും വെച്ച് ഞാൻ ഫാസ്റ്റായിട്ട് അറേഞ്ച് ചെയ്യണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഇപ്പോൾ. റെക്കോർഡെന്ന് പറയുന്നത് അമേരിക്കക്കാരൻ്റെ പേരിലാണ്, USA പേരിലാണ്. 1 മിനിറ്റും 25 സെക്കൻഡുമാണ്. ഞാനത് 24 സെക്കൻഡ്സിലാക്കിയാൽ നമുക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് എവിടെ കൊണ്ടുവരാം? കേരളത്തിൽ കൊല്ലത്ത് മങ്ങാട്ടേക്ക്.
കൊണ്ടുവരാം. എൻ്റെ ഗിന്നസ് അല്ലേ, ഗിന്നസ് കൊണ്ടുവന്നാൽ പിന്നെ നമ്മൾ ആരായി? ഗിന്നസ് കൊണ്ടുവന്ന ആരായി? ഗിന്നസ് ആരവെന്നാവും, ഗിന്നസ് അഭിഷിതേന്നാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരണം കേട്ടാ. പഠിക്കണം, നന്നായി പഠിക്കണം, നല്ല ജോലി സമ്പാദിക്കണം വേണ്ടേ. അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹത്തിനനുസരിച്ച് നല്ല കുഞ്ഞായിട്ട്, നല്ല മോളായിട്ട്, നല്ല മോനായിട്ട് വളരണ്ടേ. പഠിക്കണം. അപ്പോൾ ഇവർക്കൊക്കെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയെന്ന് പറഞ്ഞു കേട്ടേ അറിവുള്ളൂ. ഇപ്പോൾ നമുക്കൊന്ന് നേരിട്ട് കാണണ്ടേ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. നമ്മളൊന്നും ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നതും കൈകൊണ്ട് തൊടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2003 ഡോക്ടർ രാജേഷ് മഹേശ്വറിന് കിട്ടിയ ആ ഒരു മെഡൽ കാണാം. അതിനുശേഷം 2004 പോകാം. അപ്പോൾ ഇതാണ് മെഡൽ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ട് ഈ ബോക്സിനകത്തല്ലേ? എന്തൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത്? ഇതിനകത്ത് നല്ല ഒരു പുസ്തകം, അതായത് അവരുടെ ഡയറി, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ 2023 ഡയറി, പിന്നെ ഒരു പേനയുണ്ട്, പിന്നെ ഒരു ID കാർഡുണ്ട്, പിന്നെ ഒരു ബാഡ്ജുണ്ട്. ബാഡ്ജ് ഇത്രയും അടങ്ങുന്നതാണ്. നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. അത് ഈ നമ്മളെ ഈ പുസ്തകത്തിൻ്റെയാണ്, ബുക്കിൻ്റെ ഈ ഡയറിയുടെ നല്ല വെയിറ്റാണ്. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്നുള്ള, പിന്നെ ഈ ഒരു മെഡലും ഉണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ എഴുതിയിട്ടുണ്ട് അത് ക്ലിയർ ആയിട്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഗോൾഡല്ലോ ഗോൾഡ്. എന്നാൽ പിന്നെ നമ്മൾ ഓക്കെ രക്ഷപ്പെട്ട്. വേറൊന്നും കിടക്കുന്നുണ്ട്. ഇത് നമ്മളെ URF-ന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, URF-ന്റെ വേൾഡ് റെക്കോർഡിൻ്റെ മെഡലാണ്. യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ വേൾഡ് റെക്കോർഡ് കിട്ടിയത് 2021. ഇതിന് എത്ര രൂപ കൊടുത്തായിരുന്നു? ഇതിന് എങ്ങനെയാണ് മെഡൽ കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും കൊടുത്തില്ല. കഴിവിന് കിട്ടിയതാണ്. അത് നമ്മളെ കഴിവിൻ്റെ ഒരു അംഗീകാരമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബുക്കും ഈ റെക്കോർഡും ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. തൊടാൻ തന്നെ ഒരു ഭാഗ്യമാണ്. അതെ. നല്ല അടിപൊളിയാണ്. നമുക്ക് കിട്ടിയപ്പോഴും വളരെ ഒരു അഭിമാനം. അതെ. അപ്പോൾ വീണ്ടും ഉയർന്ന ഗിന്നസ് ബുക്കോട് കടക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. നല്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ചുണക്കുട്ടികൾക്കും അതുപോലെ തന്നെ ഇവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വന്ന ഡോക്ടർക്കും ജോലി ജംഗ്ഷൻ്റെ വകയായിട്ട് ചെറിയൊരു ഉപകാരം നൽകുകയാണ്. നമ്മുടെ പുത്തംകുളത്തെ അല്ലെങ്കിൽ പ്ലാവിൻ്റെ മൂട്ടിൽ വർക്ക് ചെയ്യുന്ന അവർക്ക് പല ബ്രാഞ്ചുകളുണ്ട്, കൊല്ലത്തൊക്കെ ബ്രാഞ്ചുകളുണ്ട്. പ്ലാമൂട്ടിൽ ഏജൻസീസിൻ്റെ വക ഒരു ചെറിയ ഉപകാരം കൂടി നൽകുകയാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാമിലിക്ക് ഒരു ഫുൾ ഫോം ഉണ്ട്. ഫാദർ ആൻഡ് മദർ ഐ ലവ് യു. അച്ഛ അമ്മ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അല്ലേ മോളെ? അഭിഷിത മോളെ, എന്നെ അറിയോ? എൻ്റെ പേരെന്തുവാ? ആരവ് ഷിജു. കമോൺ ഷിജു, ആരവ് ഷിജു, കമോൺ. അല്ല ആരവ് ഷിജു ഓക്കെ അല്ലേ? പറഞ്ഞോളൂ. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഓ വെരി ഗുഡ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം.
പേര് അവരവരുടെ പേര് ആസാദിപ്പുരിയ മറ്റേതായിപ്പ് പോവും അല്ലാതെ പുരാഗാമി അല്ലാതെ കണ്ടെയ്യുമ്പോൾ പിന്നെ ശിലകമുഖം. CASH. C for confidence, A for ambition, S for sincerity, last H for hard work. ഇതാണ് ക്യാഷ്. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അഫ്ഗാനിസ്ഥാൻ, അൽബേനിയ, അൾജീരിയ, അൻഡോറ, അങ്കോള, ആൻറ്റിഗ്വ ആൻഡ് ബാർബുഡ, അർജന്റീന, അർമേനിയ, ഓസ്ട്രേലിയ, ആസ്ട്രിയ, അസർബൈജാൻ നമ്മളെ മനസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ മാറിയ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് നമ്മളെ ഹരിയണ്ണൻ.